ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 ذلك الدين القيم فلا تظلموا فيهن أنفسكم ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവാഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം ഹിജറ കഴിഞ്ഞിട്ട് ഇന്ന് 1448 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വാർഷിക കലണ്ടറിനെ കുറിച്ച് ആലോചിക്കുകയും ആ ആലോചനയിൽ അങ്ങനെ ഒരു കലണ്ടർ രൂപപ്പെടുത്തുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഹിജറയെ അവലംബിച്ചുകൊണ്ട്, അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വാർഷിക കലണ്ടർ ഉണ്ടാക്കുക എന്നതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ 1448 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
മുസ്ലിം സമൂഹത്തിൽ അധികം ആളുകളും ഇങ്ങനെ ഒരു കലണ്ടർ അവരുടെ അജണ്ടകളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരുടെയും കുറ്റമല്ല, നമ്മളത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും സൂര്യവർഷവും ചന്ദ്രവർഷവും ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള അധികം ആളുകളും സൂര്യവർഷത്തെ ആസ്പദമാക്കിയാണ് വർഷത്തെയും സമയത്തെയും ഒക്കെ കണക്ക് കൂട്ടാറുള്ളത്. ഈ സൂര്യവർഷം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 365 ദിവസമാണെങ്കിൽ ചന്ദ്രവർഷം എന്ന് പറയുന്നത് 354 ചുരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത് ഈ റമദാൻ മാസം കടന്നു വരുമ്പോഴും പെരുന്നാളും ഹജ്ജുമൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ മാസപ്പിറവിയിലൊക്കെയാണ് നമ്മൾ ഈ ഹിജറ കലണ്ടറിനെ ആലോചിക്കാറും ഫോളോ ചെയ്യാറുമുള്ളത്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു വാർഷിക സംവിധാനം എന്ന് പറയുന്നത് എല്ലായിടത്തും അവരവരുടെ ആരാധനകളിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് ധാരാളക്കണക്കിന് മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെയുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഇബാദത്തുകളും അവരുടെ കർമ്മങ്ങളും ഒക്കെയുണ്ട്. ഏത് മതത്തെ നമ്മൾ പരിശോധിക്കുമ്പോഴും അവരൊക്കെ ഇതിന് തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകമായിട്ട് സമയമാണ്, കാലമാണ്, മാസങ്ങളൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് ഇസ്ലാമും അതിന്റെ നിയമങ്ങളിൽ ഈ ഒരു സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ചന്ദ്രമാസത്തെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇബാദത്തുകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ള മതസ്ഥരുടെ ഇബാദത്തുകൾ എപ്പോഴും ഒരേ സമയത്താണ് വരിക. ക്രിസ്മസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസംബർ 25-നാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ നമ്മുടെ പെരുന്നാളും നമ്മുടെ നോമ്പും ഹജ്ജും ഒക്കെ മാറി മറിഞ്ഞു വരും. എല്ലാ കാലാവസ്ഥയിലേക്കും അത് തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രവർഷത്തിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. ഓരോന്നിനും സമയമുണ്ട്, കാലമുണ്ട്, മാസമുണ്ട്, സംവിധാനമുണ്ട്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും വിശ്വാസികളുടെ മേൽ ഈ നമസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് സമയം തീരുമാനിക്കപ്പെട്ട, സമയബന്ധിതമാക്കിയ ഒരു സംഗതിയാണ്. ഒരു ദിവസം നമ്മൾ 5 വക്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് കൃത്യമായ സമയമുണ്ട്. അത് സുബഹി മുതൽ അവസാനത്തെ ഇശാ വരെ അതിന് സമയബന്ധിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നോമ്പെന്ന് പറയുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിന് ഒരു മാസം മുഴുവൻ നമ്മൾ നിർവഹിക്കേണ്ട അനുഷ്ഠാനമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എല്ലായിടത്തും ഈ ഒരു സമയവും കാലവും വർഷവും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം, അള്ളാഹു തന്റെ കിതാബിൽ ഖുർആനിൽ മാസങ്ങളുടെ എണ്ണത്തെ ബോധ്യപ്പെടുത്തിയത് അതൊരു വർഷത്തിൽ 12 മാസങ്ങളാണ്. 12 മാസങ്ങളാണ്. എപ്പോഴാണ് ആ 12 മാസങ്ങൾ ഉണ്ടായത്? യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ, അഥവാ പ്രപഞ്ചോൽപത്തിയുടെ തുടക്കം മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ 4 എണ്ണം പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. ദാലിക ദീനുൽ ഖയ്യിം. അതത്രേ യഥാർത്ഥ മതമെന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്നു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് ഇത്തരം സമയങ്ങളും ഇത്തരം കാലങ്ങളും എല്ലാം നമ്മുടെ മനസ്സുകളിൽ എല്ലാ സമയത്തും ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മാസങ്ങൾ എന്ന് പറയുന്നത് ഈ മനുഷ്യോൽപത്തിയുടെ എത്രയോ മുമ്പുണ്ടായിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ 12 മാസങ്ങളാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോ അത് കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നത് ഇതൊക്കെ കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് തന്നെ ഈ മാസങ്ങളുടെ എണ്ണം 12 ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അങ്ങനെ കടന്നു വന്ന ഒരുപാട് മനുഷ്യ സമൂഹങ്ങളും മനുഷ്യ പദങ്ങളും നാഗരികതകളും ഒക്കെ കടന്നുപോയി. അങ്ങനെ പോയിട്ട് അന്നൊന്നും വർഷങ്ങളെ കുറിച്ച് എണ്ണാറില്ല. അന്നൊക്കെ മാസങ്ങളെയാണ് അവർ നോക്കിയിരുന്നത്. മാസങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. ഒരു വർഷം തികയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇതുണ്ടായിരുന്നില്ല.
പിന്നീട് അത് എപ്പോഴാണ് ഒരു വർഷത്തെ സംബന്ധിച്ചുള്ള ഒരു രൂപം, ഒരു കലണ്ടറിനെ കുറിച്ച് വന്നത് എന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു വാർഷിക കലണ്ടറിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. മാസങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരിക എന്നതിനപ്പുറത്ത്, അതിന്റെ ഇബാദത്തുകളിലൂടെ കടന്നു പോവുക എന്നതിനപ്പുറത്ത് ഒരു വാർഷിക കലണ്ടറിനെ കുറിച്ച് ആലോചിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നില്ല. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴത്തേന് ഇസ്ലാം പലയിടത്തേക്കും വ്യാപിച്ചു. പല ഭാഗങ്ങളിലേക്കും, റോമിലേക്കും പേർഷ്യയിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ ഇസ്ലാം ഇങ്ങനെ പടർന്നു പന്തലിച്ചു. അപ്പൊ ഒരു കത്ത് ഖലീഫ മദീനയിൽ നിന്ന് കൊടുത്തയക്കുന്ന കത്ത് ചിലപ്പോൾ അവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ എപ്പോഴാണ് ഇത് കൊടുത്തയച്ചത്, എപ്പോഴാണ് ഇത് എത്തുന്നത് എന്ന കൃത്യമായ കണക്കും കാഴ്ചപ്പാടും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോ അപ്പോഴാണ് ഒരു വാർഷിക കലണ്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ കലണ്ടറിനെ കുറിച്ച് ചിന്തിച്ചപ്പോ അവിടുന്ന് പല പല അഭിപ്രായങ്ങൾ വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് റോമക്കാരെ ഫോളോ ചെയ്തിട്ട് നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാം. ചിലർ പറഞ്ഞു നമുക്ക് പേർഷ്യക്കാരെ അനുധാവനം ചെയ്യാം. ചിലർ പറഞ്ഞു ആനക്കലഹ വർഷമാവട്ടെ. ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ ആസ്പദമാക്കിയിട്ടാക്കാം. ചിലർ പറഞ്ഞു നബിയുടെ വഫാത്ത്, മരണത്തെ ആസ്പദമാക്കിയിട്ടാക്കാം. അവിടെയാണ് അലി റളിയല്ലാഹുവിന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഹിജ്റയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്, സഹാബത്തിന്റെ ഹിജ്റയാണ്. അതിനെ നമുക്ക് അനുധാവനം ചെയ്യാം. നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും ഈ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല. ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ 23-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനത്തേക്ക് പുറപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും ഈ ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത് മുഹറം മാസത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ മുഹറം മാസത്തിന് ഒരുപാട് പവിത്രതകളുണ്ട്. ഈ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ പലതും നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ സംഗതിയായിട്ട് ഫിറഔൻ അവിടെ നിന്ന് മുങ്ങി മരണപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ആ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഈ മുഹറം മാസത്തിന്റെ 10-ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് രാജാധികാരം കിട്ടിയത് ഈ മാസത്തിലായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് ഇവിടെയൊക്കെ നമുക്ക് ഈ മാസത്തിന്റെ പ്രത്യേകത കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മാസം കൊണ്ടാണ് ഇങ്ങനെ ഒരു കലണ്ടർ തുടങ്ങിയത് എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അങ്ങനെ പറഞ്ഞു. ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സമാനു ഖദ് ഇസ്തതാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആ സൃഷ്ടി കാലഘട്ടം എന്ന് പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചന്ന് മുതൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതതിന്റെ സഞ്ചാരപഥത്തിൽ, ഭ്രമണപഥത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അത് നിർബാധം ലോകത്തിന്റെ അവസാനം വരെ തുടരും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഒരു വർഷം 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. അവിടുന്ന് പറഞ്ഞു അസ്സനത്തു 12 ശഹറൻ മിൻഹാ 4 ഹുറും. 12 മാസങ്ങൾ ഒരു വർഷത്തിലുണ്ട്. 12 മാസങ്ങളുണ്ട്. അതിൽ 4 പവിത്രമാണ്. 4 പവിത്രമാണ്. ഏതൊക്കെയാണ് വിശുദ്ധമാക്കപ്പെട്ട പവിത്രമായത്? ഒന്ന് ദുൽഖഅദയാണ്, രണ്ടാമത്തേത് ദുൽഹിജ്ജയാണ്, മൂന്നാമത്തേത് മുഹറമാണ്. ഇത് തുടർച്ചയായിട്ട് വരുന്ന മാസമാണ്. ഇപ്പൊ നമ്മൾ ദുൽഖഅദ കഴിഞ്ഞു 11-ാമത്തെ മാസം, 12-ാമത്തെ മാസം ദുൽഹിജ്ജ കഴിഞ്ഞു, നമ്മൾ ഹജ്ജും പെരുന്നാളും ഒക്കെ ആഘോഷിച്ചു. ഇപ്പൊ ഇത് വീണ്ടും 1-ാമത്തെ മാസമായിട്ട്, വർഷത്തിന്റെ തുടക്കമായിട്ട് ഹിജ്റ കലണ്ടറിൽ മുഹറം വന്നു. ഇനി കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോൾ റജബ് വരും. ഈ 4 മാസങ്ങളും പവിത്രമാണെന്ന് പറഞ്ഞു. ഈ പവിത്രമാണെന്ന് പറയുന്നിടത്ത് ഈ മുഹറം മാസത്തെ ഒന്നുകൂടി ആദരിച്ചു. അവിടെ നിന്ന് പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം. ഈ മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ പേരിട്ടുകൊണ്ട് ഷഹറുല്ലാഹിൽ മുഹറം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരിക്കലും അള്ളാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞിടത്ത് റമദാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹജ്ജിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഒരു മാസത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആദരിച്ച ചിലതുണ്ട്. അള്ളാഹു ആദരിച്ചതിനെ നമ്മളും ആദരിക്കണം. ഈ 4 മാസത്തെ അള്ളാഹു പവിത്രമാക്കി. ഇപ്പൊ ഖുർആനിനെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു, പള്ളികളെ ആദരിച്ചു, കഅബയെ ആദരിച്ചു. ഇതിനൊക്കെ നമ്മളും ആദരിക്കണം. എന്താണ്? ഫഇന്നഹു മിൻ തഖ്വൽ ഖുലൂബ്. അവിടുന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നു, ഇത് ഹൃദയങ്ങളുടെ തഖ്വയുടെ ഭാഗമാണ്. ഇപ്പൊ അള്ളാഹ് ആദരിച്ചത്. ഇപ്പൊ അള്ളാഹിന്റെ പള്ളിയിൽ വരുമ്പോ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ബൈത്തുള്ള അള്ളാഹുവിന്റെ വീടാണ്. അപ്പൊ പള്ളിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പള്ളിയിൽ വന്നാൽ അതിന്റെ അദബുകൾ പാലിക്കണം. അപ്പൊ നമ്മൾ പള്ളിയിൽ വന്നാൽ കിബിലക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കേണ്ടത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് തന്റെ സഹാബത്തിനെ ഇരുത്തിയത്, അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. നമ്മൾ കിബിലയ്ക്ക് വിപരീതമായിട്ട് ചെരിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല. അത് നമ്മുടെ നിയമ നടപടികളിൽ ഉണ്ടാവണം. നമ്മൾ നേരെ കിബിലയ്ക്ക് അഭിമുഖമായിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ആദരവും നമ്മൾ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലുമാണ്. അതേ അവസരത്തിൽ നമ്മളത് അറിഞ്ഞിട്ടും പിന്നെയും നമ്മൾ നേരെ തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ അനാദരിക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ അള്ളാഹു ആദരിച്ചതിനെയൊക്കെ വിശ്വാസികൾ ആദരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം തിന്മക്കെതിരെ നന്മയുടെ വിജയമായിരുന്നു ഈ മാസം എന്ന് പറയുന്നത്. ഷിർക്കിനെതിരെ തൗഹീദിന്റെ വിജയമായിരുന്നു. അഹങ്കാരത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ വിനയത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഇത്. ഇങ്ങനെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയും പവിത്രതയും ഒക്കെ നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു ആദരിച്ച വിശുദ്ധമാക്കിയ ഈ മാസത്തെ ചില ആളുകൾ ഭയപ്പാടോടുകൂടി കാണും, പേടിയോടുകൂടി ഭീതിയോടുകൂടി കാണുന്നത് ഈ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ മാസത്തിൽ നല്ല വിശിഷ്ടമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസം കാലങ്ങളായി ലോകത്തുണ്ട്. എന്തൊക്കെ പാടില്ല? വിവാഹം ഈ മാസത്തിൽ നമുക്ക് പാടില്ല. 1 മുതൽ 10 വരെ എന്തായാലും നമുക്ക് പാടില്ല. അപ്പൊ ഒരു നല്ല വിവാഹം വരുന്നു, മകൾക്കൊരു വിവാഹം വരുന്നു, വന്ന ആള് പെട്ടെന്ന് വിദേശത്തേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് ലീവില്ല. പക്ഷെ നമുക്ക് തടസ്സം എന്താണ്? ഈ സമയത്ത് അത് പാടില്ലല്ലോ എന്നതാണ്. അങ്ങനെ ആ വിവാഹം നടക്കാതെ പോകുന്നു. ഒരു പുതിയ കട തുടങ്ങണമെങ്കിൽ 1 മുതൽ 10 വരെ പാടില്ലെന്നുള്ള വിശ്വാസം, ശകുനത്തിന്റെ വിശ്വാസം നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ഒരു യാത്ര പോകണമെങ്കിൽ, എന്തെങ്കിലും ഒരു നല്ല പരിപാടി വെക്കണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഭയപ്പാടോടുകൂടി കാണുന്നു. നമ്മൾ ആലോചിക്കും, അള്ളാഹു ആദരിച്ച, അള്ളാഹു വിശിഷ്ടമാക്കിയ ഒന്നിനെ എങ്ങനെയാണ് നമുക്ക് ഭീതിയുടെയും ഭയപ്പാടിൻ്റെതുമാക്കിയിട്ട് മാറ്റാൻ കഴിയുന്നത്? അതിന്റെ കാരണം എന്ന് പറയുന്നത്, ലോകത്ത് മുസ്ലിങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. രണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അഹ്ലുസുന്ന അഥവാ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗം, രണ്ടാമത്തേത് ശീഅത്തു അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷികൾ എന്ന് പറയുന്ന 2 വിഭാഗം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു വലിയ ഏതെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് ആ ഫോമിൽ വലിയ ഒരു ഫോം നമ്മുടെ ഇന്ത്യപരമായിട്ട്, രാജ്യപരമായിട്ട് നമ്മൾ പൂരിപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്ന 2 ഓപ്ഷനുകൾ ഏത് മതമാണെന്ന് ആദ്യം ചോദിക്കും. അവിടെ ഇസ്ലാം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അവിടെ ക്രിസ്തുമതം, ജൂതമതം ഒക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ ഇസ്ലാം എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെയും അവിടെ നമ്മൾ പൂരിപ്പിക്കണം. അവിടെ നമ്മൾ പൂരിപ്പിക്കുന്നിടത്ത് ചോദിക്കുന്നത് സുന്നിയാണോ ഷിയായാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഈ 2 സംവിധാനത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് സുന്നി എന്ന് പറഞ്ഞാൽ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അഹ്ലു സുന്ന എന്ന് പറയുന്നത്, വൽ ജമാഅ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഴുവൻ സഹാബിവര്യന്മാരെയും ഖലീഫമാരെയും ഒക്കെ ഒരുപോലെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ ഷിയത്ത് അലി എന്ന് പറയുന്ന ഷിയാക്കളായിട്ടുള്ള വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അവർ അംഗീകരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ അംഗീകരിക്കില്ല, ഉമർ റളിയല്ലാഹു അൻഹു അവർ അംഗീകരിക്കുകയില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ അംഗീകരിക്കുകയില്ല. അവരുടെ വിശ്വാസപ്രകാരം അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാറുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് കിട്ടേണ്ടിയിരുന്നത് അത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പക്ഷെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാത്ത അന്യായമായിട്ട് കവർന്നെടുത്തതാണ് എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവര് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെ മാത്രം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു വിഭാഗമാണ് ലോകത്ത്. അവർ വളരെ ദുർബലമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാഖിലും ഇറാനിലും അതുപോലെ തന്നെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഈ വിഭാഗത്തെ കാണാൻ കഴിയും. ഇവർ ഈ മുഹറം മാസം, ഇവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ലോകത്ത് കടന്നു വന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം അവിടെ കൊല്ലപ്പെടുന്നത് ഈ മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസവും ഈ ദിവസവും ഒക്കെ ശകുനത്തിന്റെ, കാലക്കേടിന്റെ ദിവസമാണെന്ന് പറയുകയും, ഈ ഷിയാക്കൾ എല്ലായിടത്ത് അവർ ചെയ്യുന്നത് ഇത്തരം ദിവസത്തിൽ മുഹറം 10-ന്റെ അന്ന് അവര് വലിയ സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. തീക്കനലുകൾ കത്തിച്ചിട്ട് അതിന്റെ മുകളിലൂടെ അവർ നടക്കും. അതിനോടുള്ള ഐക്യദാർഢ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഐക്യദാർഢ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ശരീരത്തെ വേദനിപ്പിക്കും. ശരീരങ്ങളിൽ മൂർച്ചയുള്ള വാളുകൊണ്ടും കത്തി കൊണ്ടും ഒക്കെ കുത്തി രക്തം അവർ പുറത്തേക്ക് കളയും. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ, ഇറാഖിലും ഇറാനിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല അവരുടെ ഷിയാക്കളുടെ ബാങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ
അലിയൻ വലിയുള്ള എന്ന് പറയുന്നത് നമുക്ക് ആ ബാങ്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത്, അവർ അംഗീകരിക്കുന്നത് അലി റളിയല്ലാഹുവിനെ കുറിച്ചാണ് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അള്ളാഹു നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു നൽകിയതാണ്. ഇവിടെ ഏതെങ്കിലുമുള്ള ദുശ്ശകുനങ്ങളോ കാലക്കേടുകളോ ആ നിലക്കുള്ള പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത സംവിധാനങ്ങളില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പല ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ മദീനയിൽ വന്ന് ഹിജറ കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ നടക്കുന്ന ഉഹുദ് യുദ്ധത്തിൽ 70 സഹാബത്ത് രക്തസാക്ഷികളായി. അതിൽ ഹംസത്ത് ബനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവിടെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട ഹല്ലല റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇവരടക്കം 70 ആളുകൾ രക്തസാക്ഷികളായിട്ട് ആ ഒരു ഡേറ്റിനെ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ദുശ്ശകുനത്തിന്റെ മാസമായി അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചില ഒരു ഗോത്രക്കാര് ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കാൻ ഖാരിഈങ്ങളെ ഹാഫിളീങ്ങളെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10-70ഓളം ഹാഫിളുകളെ പറഞ്ഞയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. ഇവര് വന്നത് ഇവിടെ അവരെ വഞ്ചിക്കാനും അവരെ ഇല്ലാതാക്കാനുമായിരുന്നു നിയ്യത്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ ഇത് തിരിച്ചറിയാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. ഈ ആളുകളെ കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു മലഞ്ചെരിവിൽ വെച്ച് ഈ വന്ന സംഘം ഇവരെ വധിച്ചു കളഞ്ഞു. ഈ 70 ഹാഫിളുകളെ വധിച്ചു കളഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രങ്ങൾക്കെതിരിൽ കുനൂത്ത് നടത്തിയത് ചരിത്രത്തിലുണ്ട്. നമ്മൾ ആലോചിക്കും, ഇവരെ കൊന്നുകളഞ്ഞ ഈ ദിവസത്തെ ഒരിക്കലും ദുശ്ശകുനത്തിന്റെ ദിവസമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടില്ല. അപ്പൊ ഏതൊരു കാര്യവും ഭൂമിയിൽ എന്തൊരു കാര്യം നടക്കുമ്പോഴും അതൊക്കെ അള്ളാഹു എന്നോ തീരുമാനിച്ച കാര്യങ്ങളാണ്. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ അത് നടക്കും. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പേനയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ പേനയോട് അള്ളാഹ് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. പേന ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? പേനയോട് അള്ളാഹ് പറഞ്ഞു, ഇന്ന് മുതൽ ലോകത്തിന്റെ അവസാനം ഖിയാമത്ത് നാളിന്റെ ആ സെക്കൻഡ് വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതണം. എല്ലാം എഴുതി വെച്ചു. അപ്പൊ ഇവിടെ നടക്കുന്നതും നടക്കാനിരിക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഏതൊരു വിഷയത്തിന്റെ കാര്യത്തിലും ഏതൊരു മുസീബത്തും അത് സംഭവിക്കുന്നില്ല. ഏതൊരാൾക്കും ഒരു മുസീബത്തും വരുന്നില്ല, ഒരു അപകടവും വരുന്നില്ല. ഫില്ലർദി, ഭൂമിയിലാവട്ടെ, വലാഫി അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ തന്നെയാവട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലു അൻ നബ്റഹ, ആ ഒരു അപകടത്തെ, ആ ഒരു മുസീബത്തിനെ അത് സംഭവിക്കുന്നതിന് മുമ്പ് അതെന്നോ എഴുതി വെച്ച കാര്യമാണ്. ഇന്നദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന്റെ മേൽ ഏതൊരു കാര്യവും എളുപ്പമുള്ളതാണ്. എല്ലാം എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹ് തീരുമാനിച്ചതൊക്കെ ലോകത്ത് നടക്കും. അത് നമുക്ക് വേണ്ടി നമ്മിൽ എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. അത് അള്ളാഹിന്റെ കലാഗതനാണ്. അതിന്റെ അപ്പുറത്ത് അങ്ങനെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ആ ദിവസത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അത്തരത്തിലുള്ള ധാരണകളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിശ്വാസങ്ങൾ ഇപ്പോ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പരിശോധിച്ചാൽ വിവാഹങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിൽ കുറവായിരിക്കും. നമ്മുടെ ഓഡിറ്റോറിയങ്ങളൊക്കെ അന്ന് ഫ്രീ ആയിരിക്കും. അന്ന് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു പുതിയ ഷോപ്പിന്റെ ലോഞ്ചിങ് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുകയില്ല. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചൊരു ഹക്കീക്കത്ത് ഇറക്കുന്നത് ഇത്തരം ദിവസങ്ങളിൽ കാണാൻ കഴിയില്ല. ഈ എല്ലാ വിഷയങ്ങളും, ഒരു വിദേശത്തേക്ക് പോകുന്നത് പോലും പലപ്പോഴും ദുശ്ശകുനത്തിന്റെ ദിവസമായിട്ട് ആളുകൾ അതിനെ കാണുമ്പോൾ ഇത് ഷിയാ വിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ടതും നമ്മുടെ നാട്ടിലേക്ക് വന്നതുമാണ്. ഷിയാ വിശ്വാസമാണ്. ഇത് ഒരിക്കലും അള്ളാഹുവോ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ ഇബ്നു ഹജർ അൽ ഹൈതമി ഇതിനെ കുറിച്ച് പറഞ്ഞത്, അന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് തീർച്ചയായും ജൂതന്മാരുടെ പാരമ്പര്യമാണ്. ഇത് ഷിയാ വിഭാഗത്തിന്റെ പാരമ്പര്യമാണ്. ഇത് മുസ്ലിങ്ങളുടെ പാരമ്പര്യമല്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ രക്തചുരുക്കം നമ്മളുള്ളത് 1448 ഹിജറ വർഷത്തിലാണ്. ഈ മൊഹറത്തിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഈ മൊഹറം എന്ന് പറയുന്നത് പവിത്രമായ അള്ളാഹു ആദരിച്ച മാസമാണ്. ഈ ആദരിച്ച മാസത്തിൽ നമ്മൾ അതിനെ ആദരിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്തുകളും കർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊക്കെ പുണ്യം കൂടുതലുണ്ട്. നമ്മുടെ സുന്നത്ത്
നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണങ്ങൾ, ഖിയാമുൽ ലൈൽ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, എന്തൊക്കെ നന്മകളുണ്ടോ അതിലൊക്കെ നമുക്ക് കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ 9-ലും 10-ലും വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ മദീനയിൽ വന്ന് ഹിജ്റ 2ാമത്തെ വർഷത്തിലാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയത്. ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത് മദീനയിൽ വന്ന് 2 വർഷം കഴിയുമ്പോഴാണ്. എന്നാൽ അതിന്റെ മുമ്പ് മക്കയിൽ ജീവിച്ച കാലത്തും ഈ മദീനയിൽ വന്ന് ഈ 2 വർഷം ആകുന്നതിന് മുമ്പും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളായി നിർവഹിച്ചിരുന്ന നോമ്പാണ് മുഹറം 10-ലെ നോമ്പ്. അന്നത് ഫറളായിരുന്നു. മദീനയിൽ 2 വർഷം കഴിഞ്ഞ് ഒരു മാസത്തെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മുഹറത്തിലെ നോമ്പ് നോൽക്കുന്നവർക്ക് നോൽക്കാം, അല്ലാതെ ഉപേക്ഷിക്കുന്നവർക്ക് ഉപേക്ഷിക്കാം. ഇത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് നിർവഹിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. വസൗമു ആശൂറാ യുകഫിറു സനത്തൻ മാലിയ. ഈ മുഹറം 10-ലെ നോമ്പ് നമ്മൾ നോറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, ചെറിയ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടാൻ അത് കാരണമാണ്. മുഹറം 10-ന്റെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് അങ്ങനെ ഏതാനും വർഷം മുഹറം 10 ഇങ്ങനെ നോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ അവിടെ നോക്കിയപ്പോ അവിടുത്തെ ജൂതന്മാരും മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നുണ്ട്. അവിടുത്തെ ഈ പറയുന്ന ആളുകളൊക്കെ നോൽക്കുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഈ ദിവസം ഒരു നല്ല ദിവസമാണ്. അഥവാ ഫിറഔനിൽ നിന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്, ചെങ്കടലിൽ നിന്ന്. അതുകൊണ്ട് അതിനോടുള്ള ഒരു സന്തോഷത്തിനാണ് ഞങ്ങൾ ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ 9-നും നോമ്പ് നോൽക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ അടുത്ത വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, വഫാത്തായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 9-നും നോമ്പ് നോൽക്കുവാനുള്ള അംഗീകാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മുഹറം മാസത്തിന്റെ 9-ഉം 10-ഉം സാധിക്കുന്നവർ 9-നും 10-നും, അല്ലാത്തവർ 10-നെങ്കിലും നോൽക്കുക എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ മായ്ക്കപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന്റെ പവിത്രതയും അതിന്റെ പ്രാധാന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കൂടുതൽ ആദരവും അതിനോടുള്ള സ്നേഹവും ഒക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ തഖ്വയും ആ നിലക്കുള്ള സൂക്ഷ്മതയുമാണ് എന്ന തിരിച്ചറിവിലൂടെ ഈ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന, ക്രമീകരിക്കുന്ന, വികസ്വരമാക്കുന്ന മുത്തഖികളിൽ, മുവഹിദുകളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൽ വളരെ പ്രാധാന്യവും പ്രത്യേകതയും നൽകിയ ഒന്നാണ് ശുചിത്വം, വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം. രോഗവും രോഗത്തെക്കുറിച്ചുള്ള പ്രതിരോധ നടപടികളുമൊക്കെ എപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ഇപ്പോ നമ്മളുള്ളത്. മഴക്കാലവും ഇതുപോലെയുള്ള കാലാവസ്ഥയൊക്കെ വരുമ്പോൾ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലും സമൂഹത്തിലൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിയും. അപ്പൊ രോഗം ബാധിക്കാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട നടപടികളും അതിന്റെ ക്രമീകരണങ്ങളും മുൻകരുതലുകളും ഒക്കെ ആരോഗ്യ രംഗത്തുള്ളവരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി എന്ന് പറയുന്നത് അത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയായിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശുദ്ധിയെ കുറിച്ച് പറഞ്ഞെടുത്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും, അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ ഭാഗമാണ്. ത്വഹൂറു ശത്രുൽ ഈമാൻ. ഒരാൾ വൃത്തിയോടുകൂടി ജീവിക്കുക, വെളുപ്പും വൃത്തിയും ഉണ്ടാവുക എന്നത് ഈമാനിന്റെ പകുതിയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്, അതിന് നമുക്ക് പുണ്യമുണ്ട്. അത്രയും പ്രാധാന്യം ഇസ്ലാം ഈ ശുദ്ധിക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ പറഞ്ഞ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫീഹി റിജാലുൻ, ചില മനുഷ്യന്മാർ യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും ശുദ്ധിയോടുകൂടി നടക്കുക, ശരീരത്തിൽ അഴുക്കുകളില്ലാതെ, മാലിന്യങ്ങളില്ലാതെ ഈ ശരീരത്തെ സംരക്ഷിക്കുക, ആരോഗ്യപരമായിട്ട്, മാനസികമായിട്ട്. ഇങ്ങനെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ വല്ലാഹു യുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ, അല്ലാഹു അത്തരം ആളുകളെ, അത്തരം ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്.
ഇപ്പൊ നമ്മള് വുളു കഴിഞ്ഞ് വുളുവിന്റെ ശേഷം നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ എന്താണ് പറയുന്നത്? വജഅൽനി മിനൽ മുത്തതഹിരീൻ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എന്നെ ശുദ്ധിയുള്ളവരിൽ ആക്കി മാറ്റണമേ. ആക്കി മാറ്റാം. എല്ലായിടത്തും ഈ ശുദ്ധിയുടെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത്, ഇന്ന് വ്യത്യസ്ത രോഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഉണ്ട്. പലയിടത്തും അതൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. നിപ്പ പോലെ, ശിഖല്ല പോലെ, മഞ്ഞപ്പിത്തം പോലെ, പകർച്ചവ്യാധികൾ പലത്. ഇവിടെയൊക്കെ നമ്മുടെ വൃത്തിയും നമ്മൾ ആ നിലക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ വീട്, പരിസരം, അവിടെയൊക്കെ നമ്മൾ വൃത്തി ഉണ്ടാവണം, വീട്ടിന്റെ ഉള്ളിലുണ്ടാവണം. അതേപോലെ തന്നെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നിടത്ത്, അത് നിക്ഷേപിക്കുന്നിടത്തൊക്കെ നമുക്ക് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട് നൽകി. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന രൂപത്തിൽ പൊതുവിടങ്ങളിൽ, മറ്റുള്ളവരുടെ ഭാഗത്ത്, പറമ്പുകളിൽ ഒന്നും കൊണ്ടുപോയി ഇടാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നിടത്തൊക്കെ ഈ സന്ദർഭങ്ങളിൽ തിളപ്പിച്ചാറിയ വെള്ളം പോലെയുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ ഒരുപാട് വിഷയങ്ങൾ, അതിലേക്കൊന്നും കടന്നു വരാൻ ആഗ്രഹിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ സാന്ദർഭികമായിട്ട് അറിയേണ്ട സംഗതികളാണ്. മറ്റൊന്നും കൂടി ചേർത്ത് പറയാനുള്ളത്, ഇന്ന് ഈ ജൂൺ 19 എന്ന് പറയുന്നത് ലോക വായനാ ദിനമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് വായന എന്ന് പറയുന്നത് അത് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പഴയ പോലെ വായനകൾ എവിടെയുമില്ല. പഴയ കാലത്ത് ധാരാളക്കണക്കിന് ലൈബ്രറികൾ ഉണ്ടായിരുന്നു, ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു. യൂറോപ്പിലും സ്പെയിനിലും ഈജിപ്തിലുമൊക്കെ 10,000-കണക്കിന് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥാലയങ്ങൾ പൗരാണിക കാലത്തുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിൽ ലൈബ്രറികളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും അതൊക്കെ കുറഞ്ഞ് സൃഷ്ടിച്ച് വായനയൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ നമ്മൾ പത്രം പോലും പലപ്പോഴും ഇന്ന് അത്ര വായിക്കുന്ന അവസ്ഥ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ അവരുടെ പാഠ്യപുസ്തകങ്ങൾ പഠിക്കുന്നതിനപ്പുറത്ത് വായന കുറഞ്ഞ സമയത്ത് നമുക്ക് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയും അതിന്റെ ട്രാൻസ്ലേഷനും ഒക്കെ വായിക്കാനും മലയാളമൊക്കെ വായിക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അതൊക്കെ ഇസ്ലാം നമുക്ക് നൽകിയ കാഴ്ചപ്പാടുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് എന്തൊക്കെ നന്മകൾ ഇസ്ലാം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നിടത്ത് നമ്മുടെ ശ്രദ്ധയും കാവലും ഉണ്ടാവണം. ആ രൂപത്തിൽ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന മുത്തഖികളിൽ, മുവഹിദുകളിൽ, മുസ്ലിഹുകളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ധാരാളക്കണക്കിന് ആളുകൾ നിത്യരോഗികളായി, കിടപ്പ് രോഗികളായി ആശുപത്രികളിൽ, വീടുകളിൽ സർജറികളും ഓപ്പറേഷനുകളും ഒക്കെ കഴിഞ്ഞ് പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ.